2014 അവസാനമായി സപ്ലൈകോ അതിൻ്റെ സബ്സിഡി നിരക്ക് വില വർദ്ധിപ്പിച്ചത്. 2014 അവസാന വിലവർധനയ്ക്ക് ശേഷം 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2024 അടുത്ത വിലവർധന ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ പൊതുവിപണിയിൽ വിലവർധന എപ്രകാരമാണ് കുതിച്ചുയരുകയായിരുന്നു. പ്രത്യേകിച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധന എന്ന് പറയുന്നത് നമ്മുടെ അവശ്യ സാധനങ്ങളുടെ മുഴുവൻ വിലയും വർദ്ധിപ്പിക്കും സ്വാഭാവികമായും. അപ്പോൾ അങ്ങനെ പൊതുവിപണിയിൽ വലിയ രീതിയിൽ വിലവർധന ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ ഒരു വസ്തുവിന് പോലും ഒരു ഉൽപ്പന്നത്തിന് പോലും വില വർദ്ധിപ്പിക്കാതിരുന്നത്. അതുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ചെറുതല്ല. ഇന്നിപ്പം മന്ത്രി GR അനിൽ പറഞ്ഞ കണക്കനുസരിച്ച് 2016 മുതൽ, അതായത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള കണക്കാണ് ഈ പറയുന്നത്, 8 വർഷം 1525 കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈകോയ്ക്കുള്ളത്. 1525 കോടി രൂപയുടെ ബാധ്യത. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.